എങ്ങനെയാണ് ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയാൻ പോകുന്നത്. ഇത് നമ്മളുടെ മൈ പ്രൊജക്റ്റ് ഫസ്റ്റ് പേജാണത്. അപ്പോൾ ഇതിൽ നമ്മൾ പേഴ്സണൽ ലൈബ്രറി അതിലേക്ക് പോകുമ്പോൾ മോഡൽസും ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മോഡൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ കുറച്ച് 3D ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. നമ്മളിപ്പോൾ ടെക്സ്ചർ നോക്കാം. ഇപ്പോൾ ടെക്സ്ചറിൽ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിനകത്ത് ഓൾറെഡി എല്ലാ സാധനങ്ങളും അപ്ലോഡഡ് ആയിട്ടുള്ള ഫയലാണ്. അപ്പോൾ അത് ഫയലിൽ അപ്ലോഡായ ടെക്സ്ചറിൻ്റെയാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ. ഇതിന് എങ്ങനെയാണ് അപ്ലോഡ് പുതിയതൊരെണ്ണം ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ അപ്ലോഡ് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡ്രോപ്പ് ഫയൽ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ള ഫയൽ അല്ലെങ്കിൽ ആ ടെക്സ്ചർ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മളുടെ കയ്യിൽ JPG ആയിട്ട് കിടക്കണമായിരിക്കും. വാട്ടെവർ, അത് എങ്ങനെയായാലും നമുക്കത് എടുക്കാം. അത് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡറായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ലാമിനേറ്റ് ആണ്, ക്യാപിച്ചിനോ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഗ്ലോസി ഫിനിഷ് ആയിട്ടും മാറ്റ് ഫിനിഷ് ആയിട്ടും രണ്ടും 2 ടൈപ്പിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഗ്ലോസി ഫിനിഷിൻ്റെ പറഞ്ഞുതരാം. ഗ്ലോസി ഫിനിഷിൻ്റെ നമ്മളിവിടെ വരുമ്പം ഇവിടെ റിയൽ ടൈം മെറ്റീരിയൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ അപ്ഗ്രേഡിൻ്റെ ഒരു ഇതിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മളവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൾഡ് അപ്ഗ്രേഡിലോട്ട് പോകാൻ പറ്റും. ഓൾഡിൽ പോയിട്ട് ഈ ഓപ്ഷനിൽ വന്ന് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം. പെയിൻറ്റഡ് ബോർഡ്സ് അൾട്രാ ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ടെക്സ്ചർ കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് പെയിൻറ്റ് ആൻഡ് കോട്ടിങ്സ്, ഇത്രയുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഇത് നമ്മളുടെ ഗ്ലോസി ഫിനിഷിൻ്റെ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ ലാമിനേറ്റിൻ്റെ മെഷർമെൻറ്റ് അടിക്കണം. അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് 40/90. ഈ 2 മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടാണ് ലാമിനേറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് ടെക്സ്ചറിന് കൊടുത്താൽ ഇത് അപ്ലോഡ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് മാറ്റ് ഫിനിഷിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിൽ നമുക്ക് ഓൾഡിൽ നിന്ന് റിയൽ ടൈം മെറ്റീരിയലിലോട്ട് മാറണം. അതിൽ മാറിക്കഴിഞ്ഞിട്ട് സെയിം പ്രോസസ്സ് തന്നെ ബോർഡ് ക്ലിക്ക് ചെയ്യാം. വുഡ് മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിനിഷ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി കാറ്റഗറിയിൽ വന്നിട്ട് വുഡ് വിനീഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. മെഷർമെൻറ്റ് 40/90. ഈ പ്രോസസ്സാണ് നമ്മൾ മാറ്റ് ഫിനിഷ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് അപ്ലോഡ് ടെക്സ്ചർ എന്ന് കൊടുക്കുമ്പോൾ നമുക്കത് അപ്ലോഡ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്ലോഡ് ടെക്സ്ചർ കൊടുത്തു കഴിയുമ്പം കണ്ടിന്യൂ ടു അപ്ലോഡ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ കൊടുക്കാം. അതല്ലെങ്കിൽ ചെക്ക് ടെക്സ്ചർ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആ ഫയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പേഴ്സണൽ ലൈബ്രറിയിലോട്ട് തന്നെ പോയിട്ട് നമ്മുടെ ആ ടെക്സ്ചർ ഇവിടെ ഓപ്പൺ ആയി കാണും. ഇവിടെ നമ്മുടെ ടെക്സ്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചർ നമ്മൾ എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ടെക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രൊജക്റ്റിൽ പോവാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഇത് ഞാനിപ്പോൾ ഒരു യൂണിറ്റ് കിച്ചൺ യൂണിറ്റ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലാമിനേറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും നമുക്കൊരു യൂണിറ്റിലേക്ക് ഒരു ലാമിനേറ്റിൻ്റെ ടെക്സ്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് ഡയറക്റ്റ് ഒരു യൂണിറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഫസ്റ്റ് വരാം. ഇത് നമ്മുടെ പബ്ലിക് ലൈബ്രറിയാണ്. പബ്ലിക് ലൈബ്രറിയിൽ മൈ അക്കൗണ്ടിൽ അപ്ലോഡ്സ്, ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള